Sevens Golden Diamonds, Ermalur, Vadadala. 40 വർഷത്തെ ദുരിതത്തിന് വിരാമം. ശ്യാമളയുടെ വീട്ടിലേക്ക് ഇനി സുരക്ഷിതമായ ഇരുമ്പ് പാലം. ചിറ്റാറ്റുകര പഞ്ചായത്ത് 8-ാം വാർഡ് താണിപ്പാടം വടക്ക് ഭാഗത്ത് താമസിക്കുന്ന വിധവയായ ശ്യാമളയ്ക്കും കുടുംബത്തിനും 40 വർഷമായി അനുഭവിച്ചിരുന്ന വലിയൊരു ദുരിതത്തിന് ഒടുവിൽ പരിഹാരം കണ്ടു. വീട്ടിലേക്ക് എത്താൻ തോടിന് കുറുകെ സ്ഥിരമായ ഒരു പാലമില്ലാത്തതിനാൽ തെങ്ങിൻ തടികളും പലകകളും ഉപയോഗിച്ച് നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെയായിരുന്നു വർഷങ്ങളായി ഇവരുടെ യാത്ര. ഏറെ അപകട സാധ്യതയുള്ള ഈ പാലം മാത്രമായിരുന്നു ശ്യാമളയ്ക്കും കുടുംബത്തിനും പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗം. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ പ്രദേശം സന്ദർശിച്ചപ്പോഴായിരുന്നു ശ്യാമളയുടെ ദുരവസ്ഥ നേരിൽ കണ്ടത്. ഉടൻ തന്നെ സുരക്ഷിതമായൊരു പാലം നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം അവർ നൽകിയിരുന്നു. വാഗ്ദാനം നൽകിയതിന്റെ പിന്നാലെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജാതിമത ഭേദമന്യേ നിരവധി സുമനസ്സുകളുടെ സഹായത്തോടെ 2 വീലറുകൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ഉറപ്പുള്ള ഇരുമ്പ് പാലം നിർമ്മിച്ചു. പാലത്തിന്റെ ഉദ്ഘാടനം നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും അയൽവാസികളുടെയും സാന്നിധ്യത്തിൽ നടന്നു. വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് KY ഇബ്രാഹിം ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ അരുൺ, സാമൂഹ്യ പ്രവർത്തകൻ സിറാജുദ്ദീൻ, മറ്റ് പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. ഷാജഹാൻ, നാസറുദ്ദീൻ, OA നാസർ, ഷാനൂബ് എന്നിവർ നിർമ്മാണത്തിന് നേതൃത്വം നൽകി. സുരക്ഷിതമായ ഒരു പാലം മുൻപേ ഉണ്ടായിരുന്നുവെങ്കിൽ രോഗിയായ ഭർത്താവിന് മികച്ച ചികിത്സ നൽകാമായിരുന്നുവെന്ന് ശ്യാമള പറഞ്ഞു. 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച ഈ പാലം ശ്യാമളയുടെ കുടുംബത്തിനും പ്രദേശവാസികൾക്കും വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ്. നേതൃത്വം പക്വമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവേണ്ടതുണ്ട്. നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ഒരനുഭവം മാത്രമാണ്. പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് ഒന്ന് കടന്നു പോകാനോ അല്ലെങ്കിൽ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട ആളുടെ മൃതദേഹം ഒന്ന് തോളിലേറ്റി കൊണ്ടുപോകാനോ സാധിക്കാത്ത തരത്തിലുള്ള വഴിയിടുക്കുകൾ നമ്മുടെ നാട്ടിലും ധാരാളമുണ്ട്. ഒരു പിരിവിന് വന്നില്ല എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നെന്തിനാ, വീഴൂലായിരുന്നു, ഞാൻ അപ്പുറത്ത് വന്ന് തന്നേനല്ലോ, പറയിച്ചാ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം എൻ്റെ അടുത്ത് എന്നെ അന്വേഷിച്ചു വന്നു. അപ്പൊ ഞാൻ ജോലിക്കൊക്കെ പോയേക്കായിരുന്നു. പിന്നെ ഒരു ദിവസം വന്നപ്പോ ആരും ഉണ്ടായില്ല. അപ്പൊ പുള്ളി തോട്ടിൽ വീണു. വന്നാള് എന്നിട്ട് അവിടെ അങ്ങ് പോയി കഴുകിയൊക്കെ പോയി. ന്യൂസ് ബ്യൂറോ, പറവൂർ.